സോ ഗൈസ് മൈസൂർ റെയിൽവേ സ്റ്റേഷൻ എത്തിയാലും ഇവിടുന്ന് നേരെ അവൻ്റെ വീട്ടിൽ പോകണം. മുഖത്തൊക്കെ എന്തൊക്കെയോ പാടുണ്ട്. മുമ്പ് വരുന്നുണ്ട്, ബാക്കിൽ വരുന്നുണ്ട്, നടന്നു നോക്കൊണ്ട് കാണാം. സോ നമ്മൾ നോളെ 2 ദിവസം ഒന്ന് സ്റ്റേ ചെയ്തിട്ട് പോകാൻ പറ്റുമോ? കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ മൺഡേ നമുക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ. കാരണം സാറ്റർഡേ ഈസ് ഹർത്താൽ എവിടെ നമ്മുടെ നാട്ടിൽ. സോ ഹർത്താലായതുകൊണ്ട് നമുക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. സോ മൈസൂർ വഴി പോകുന്നത് അല്പം ടാസ്ക്കാണെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, നേരെ സുഭാഷിന് വീട്ടിൽ നിന്ന് അവിടെ എന്തോ താലെന്തോ പരിപാടിയാണ് പോകാം. അപ്പോൾ അതും കണ്ട് നൈസിൽ പോകാനുള്ള പ്ലാനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. So let's see man what's happening and you know. ട്രെയിൻ സൂപ്പർ ആണ് കേട്ടോ. എന്താ പറയുക, ട്രെയിനിൽ കുറേ സീരിട്ടായി. ഞാനാണെങ്കിൽ ഫുള്ള് സീര് റഫായിട്ട് ചെങ്ങേനെടുത്ത് ആകെ ഫുള്ള് റഫായി. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം ആകെ അലമ്പ് സീനായിരുന്നു വീഡിയോ എടുക്കാൻ. സോ ഇതാ നേരെ പോന്നു, അവനെ കാണുന്നതാണ് കണ്ടുപിടിക്കാം. ഗായ്സ് ദാ ഇങ്ങനെ മൈസൂർ റോട്ടിലൂടെയൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഞങ്ങൾ ബസ് സ്റ്റാൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞു, ഇതാ ബസ് സ്റ്റാൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇതാ നടന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എഗൈൻ സോസോ വരുന്നുണ്ടല്ലേ. കട്ട് ചെയ്യാൻ ഞാൻ കട്ട് ചെയ്യുന്നില്ല, നിങ്ങൾ കേട്ടോളി. അയ്യോ അടിപൊളി വ്യൂ കേട്ടോ. വണ്ടിയൊന്നുമില്ല, തിരക്കൊന്നുമില്ല, എങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഇപ്പം സമയം എത്രയായി? അറൗണ്ട് ഒരു 6 മണി 7:15 കാരണം നമ്മൾ 6:50 ആകുമ്പോഴാണ് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഒരു 7 മണി 7:10. നല്ല ദൂരം ഉണ്ടെന്ന് തോന്നുന്നു, അറിയില്ല. വണ്ടി ചീട്ടി അല്ല അല്ലടാ സ്പ്ലെൻഡറാ എൻ്റെ മോനെ. മൈസൂർ ബസ് സ്റ്റാൻഡിലെത്തി നമ്മൾ നൈസിൽ പോയി ചായ കുടിക്കുകയാണ്. അയ്യോ ചായ അല്ല, കോഫിയാണ്. നല്ല ചോറ് ഇവ വാങ്ങിക്കുന്ന കോഫിയാണ്. ഞാൻ വാങ്ങിത്തരുന്നത് പറഞ്ഞില്ലല്ലോ. അല്പം ഓ നാട്ടിലെത്തിൻ്റെ ഒരു സുഖേ. അയില ബിസ്ക്കറ്റ് വാങ്ങി തരാം. കടയിലകത്ത് കയറ്റി എച്ചല്ലേ, വെറും എച്ച. 10 രൂപയുടെ ഒരു ബിസ്ക്കറ്റ് വാങ്ങാ. യൂണിഫിറ്റ് വാങ്ങിയാലോ? അതിന് 20 രൂപയല്ലോ. ജിംജാം വാങ്ങിയാലോ? 10 രൂപയുടെ എന്തെങ്കിലും വാങ്ങും. എടാ മറ്റേ ഇതുണ്ടോ നിനക്ക്? മറ്റേ എന്താ അതിൻ്റെ പേര്? 10 രൂപ. ആ അത് വാങ്ങാം. ഇത് വാങ്ങണേ. എടാ ഏതെങ്കിലും വാങ്ങും. ആ ബദാം നട്ട്സ്, കാഷ്യൂ ബദാം പൊട്ടിക്ക്. സുധാ ബിസ്ക്കറ്റ് തീറ്റ കഴിഞ്ഞു. ഞാൻ നേരെ ബസ്സിലേക്ക് വേണം. എടാ ഏതാ ബസ്? ഇതോ. This is our bus guys. So എയർപോർട്ട്. എടാ എത്ര ടിക്കറ്റ് എത്ര? 100 സീറ്റില്ല ഗൈസ്. പോടാ എന്നാ അടുത്ത ദിവസം. സുധാ ബസ്സിൽ കയറി. ആ ബസ്സിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, എപ്പോൾ എടുക്കാറില്ല. എത്ര ടിക്കറ്റ് എത്ര വരും? എടുക്കും, നീ എൻ്റെ എടുക്കും, ഞാൻ തരാം. നമ്മളാ കൂടുതലെത്തി ഐസ് നമ്മൾ വീട്ടിലേക്ക് കടന്നു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് എത്ര രൂപ ഉണ്ടാവുന്നു ഗസ്സിങ്? എക്സാക്ട്ലി ഇതിൻ്റെ പ്രൈസ് എത്ര എന്നിട്ട് നിങ്ങൾ നെറ്റും കൈസ് 5 രൂപ ഉള്ളൂ. ഞങ്ങളുടെ നാട്ടിലൂടെ ഈ സാധനം എത്തുമ്പോൾ 20 രൂപ 15 രൂപയായി. ഫ്ലേവർ ഗ്രേപ്പ് ആണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാനത് 2 വാങ്ങി, എക്സ്ട്രാ വാങ്ങി. സോ നടന്നു നോക്കുന്നുണ്ട്. കാരണം എങ്ങനെയും പോടാ, അച്ഛനെ വിളിക്കടാ. നമ്മൾ സ്കൂൾ പഠിക്കാൻ നേരത്ത് ബസ് സ്റ്റാൻഡില്ലേ, ബസ് സ്റ്റാൻഡിൽ ഇതിന് 100 മീറ്ററേ ഉള്ളൂ. ബസ് സ്റ്റാൻഡിൽ ഈ ആഴ്ച 5 രൂപ, ഇവിടെ 1 രൂപ. ആ സമയത്ത് 1 രൂപ. നിങ്ങൾ ഇവിടെ വന്നിട്ട് 5 എണ്ണം വാങ്ങിക്കൊണ്ട് പോകും. ഇപ്പൊ പൈസ കൂടി. ഇപ്പൊ ബസ് സ്റ്റാൻഡിൽ 10 രൂപ, ഇവിടെ 5 രൂപ. നല്ല ടേസ്റ്റ് കേട്ടോ, സൂപ്പറാണ്. വീട്ടിലേക്ക് നോക്കാണ്ട് നല്ല ടയർഡാണ്. ഇവിടെ കടന്നോ. സോ ഗൈസ് ആ വീട്ടിലെത്തി. ബാഗ് ലഗേജൊക്കെ കെട്ടാൻ പോകും.
ഒന്ന് പോയി കിടന്ന് ഉറങ്ങാം. നല്ല സൂപ്പറായിട്ടുള്ള ഒരു ഉറക്കം. അയ്യോ അത് അല്ല ഉറക്കമല്ല, ഉറക്കത്തിന് മുമ്പേ നമുക്ക് കുറച്ച് പരിപാടി ഉണ്ട്. നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ ചോദിക്കാം. പോടാ വാലൊക്കെ തോന്നിച്ചിട്ട് പോവേ. പോടാ. ഗുഡ് മോർണിംഗ്. ഓക്കെ. So guys, we are leaving. നമ്മൾ ടാറ്റ പറയാണ്. സർ ഞാൻ പോയി. ടാറ്റ പോവാ. ബൈ. ഓക്കെ. അമ്മ എന്തരാ കോയ് എടാ അമ്മ പോയി. ഓ யாருக்கிட்ட என்ன கேள்வி கேட்குறேன். ഓക്കെ. സോ വി ആർ ലിവിങ്. വണ്ടിയെല്ലാം റെഡി ഇതാ. ഷോക്ക് എടുത്ത് പോവാണ്. എല്ലാ സാധനവും കുറച്ച് ബാഗ് ഉണ്ട് എക്സ്ട്രാ. എന്താ വെച്ചാൽ ക്യാമറ ബാഗ് ഉണ്ട്, 2 ബാഗ് ഉണ്ട്. അപ്പോൾ വയനാട്ടിൽ നിരോധനാജ്ഞയാണ്. ദിസ് ഈസ് വീഡിയോ, യൂട്യൂബ് വീഡിയോ, ബ്ലോഗിങ്. 2 ബാഗ് ഉണ്ട്, 2 ബാഗ് എടുക്കണം. ഇത്രേ ഉള്ളൂ. സോ ഞാൻ ഇറങ്ങാൻ പോവാണ്. ഒന്നും എടുക്കാനില്ലാന്ന് വിചാരിക്കുന്നു. ഓക്കെ. സോ അതാ ബത്തേരിക്കുള്ള ബസ് കയറിയത്. ബസ്സിനുള്ളതാണ്. തിരക്കൊന്നുമില്ല. ഞാനിപ്പോൾ അതാ ബത്തേരി എത്താറായി. ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയി. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്താ വീട്ടിലെത്തണം. നല്ലോണം കിടന്നുറങ്ങണം. നാളെ പിന്നെ അന്ന് ചെറിയൊരു കേസ് ഉണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ടിൻ്റെ ബൈക്കിൻ്റെ ആക്സിഡൻ്റ് ആയിരുന്നു. അപ്പോൾ അതിന് ട്രൈബ്യൂണൽ കോർട്ടിലേക്ക് എന്നോട് ചെല്ലാൻ പറഞ്ഞു. ഞാനൊന്നൊരു സാക്ഷിയായിരുന്നു. അപ്പോൾ ആ കേസിൻ്റെ ഇതായിട്ട് എന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ട് നോട്ടീസ് വന്നിരുന്നു. അപ്പോൾ നാളെ അതിന് വേണ്ടിയിട്ട് പോകണം. അതാണിപ്പോൾ നാളത്തെ പരിപാടി. നാളെ രാവിലെ 10 മണിയാകുമ്പോഴേക്കും കാലിക്കറ്റ് എത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ പോകണം. സോ അതിനിപ്പോൾ അതിനാണ് ഞാനിപ്പോൾ നേരത്തെ തന്നെ അവിടുന്ന് അങ്ങോട്ട് പിന്നെ വീട്ടിൽ നിന്ന് വന്നത്. സോ അതിൻ്റെ ഫോണിപ്പോൾ എൻ്റെ അടുത്തുള്ള ഇത് തിരിച്ചു കൊടുക്കണം. നാളെ അല്ലെ 1 വീക്ക് അല്ല, ഞാൻ കാലിക്കറ്റിൽ നിന്ന് നേരെ തിരിച്ച് അവൻ്റെ അടുത്തേക്ക് പോയിട്ട് അവൻ്റെ ഫോൺ കൊടുത്തിട്ട് പോവാന്നുള്ളൊരു ഐഡിയയിലാണ് ഇപ്പം നിൽക്കുന്നത്. നോക്കാം എന്താ ചെയ്യാം. സോ ദാ വീടെത്തി. നല്ല ടയർഡാണ്. നല്ല ചൂടുണ്ട് കേട്ടോ. നാട്ടിലേക്ക് കയറിയപ്പോഴാണ് ചൂടറിഞ്ഞ. എന്താ സൗണ്ടൊക്കെ മൊത്തം പോയി ഗായ്സ്. ചൂട് തണുപ്പിക്കുന്നു. കഴിക്കാനൊന്നും വലിയ ആദ്യം വന്ന ഫ്രിഡ്ജ് അതിൻ്റെയാണ് സാധാരണ ചെയ്യേണ്ട ഡ്യൂട്ടി. വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. കഷ്ടം. എന്തെങ്കിലും പോയിട്ട് വാങ്ങി തന്നാലോ? നല്ലൊരു മിനിറ്റല്ലേ. ആടോ ഇത് നിങ്ങൾ വൈഫൈ ഒക്കെ റീചാർജ് ചെയ്ത് വാട്ട്? അമ്പാ കൊള്ളാലോ. ബുദ്ധിയുണ്ട്. ഓക്കെ ഗൈസ്. സോ നമ്മുടെ ട്രിപ്പും നമ്മുടെ പരിപാടിയും നമ്മുടെ എല്ലാം ഇതാ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. സോ പുതിയൊരു വ്ളോഗും പുതിയൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ടൈം കാണാം. See you, bye.